തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നു. കഴിഞ്ഞയാഴ്ച 130-ലേറെ പേർക്ക് ഡെങ്കി ബാധിച്ചു. ചികിത്സ തേടിയിട്ടുണ്ടവരെല്ലാം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നഗരസമിതി ഭരണസമിതി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി വളരെ രൂക്ഷമായി വർദ്ധിക്കുകയാണ്. അപ്പോഴും കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഭരണസമിതിക്കാകുന്നില്ല എന്ന ആക്ഷേപം രൂക്ഷമായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 8 വയസ്സുകാരൻ ഉൾപ്പെടെ ഈ ഡെങ്കിപ്പനി ബാധിച്ച് ജീവൻ നഷ്ടമായി. എന്നിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ശക്തമായി ഉയരുന്നത്. 130-ലധികം പേർക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അനൌദ്യോഗിക കണക്കാണ്. ഇതിന്റെ എത്രയോ ഇരട്ടി ആളുകൾക്ക് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ഫ്ളാറ്റുകളും അതോടൊപ്പം തന്നെ കോളനികളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വ്യാപകമായി പനി പടർന്നു പിടിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ ഉൾപ്പെടെ നിരവധി പേർ ചികിത്സ തേടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കാത്തത് എന്ന വലിയ ചോദ്യം ഉയർന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ നേരത്തെ കഴിഞ്ഞ തവണ ഈ ഡെങ്കിപ്പനി വ്യാപനം ഉണ്ടായപ്പോൾ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അത് വലിയ ആശങ്ക ഈ തൃക്കാക്കര മേഖലയിൽ ആകെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രതിരോധ നടപടികൾ ശക്തമാക്കിയില്ല എങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.